ഭാരതീയ സംസ്കാരത്തിൽ രക്ഷാബന്ധൻ അഥവാ രാഖി ബന്ധൻ എന്നും വിളിക്കപ്പെടുന്ന ഈ ഉത്സവം സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു ഉത്സവമാണ്. സഹോദരിയും സഹോദരനും തമ്മിലുള്ള ആത്മബന്ധം ആഘോഷിക്കാനാണ് ഈ ദിനം. ഈ ദിവസം സഹോദരിക്ക് സഹോദരൻ രാഖി കെട്ടിക്കൊടുക്കുക, സഹോദരൻ സഹോദരിക്ക് ഒരു സമ്മാനം നൽകുക, അവളെ സംരക്ഷിക്കാൻ വാഗ്ദാനം നൽകുക. ഇതാണ് രക്ഷാബന്ധൻ ഉത്സവം. ശ്രാവണ മാസത്തിലെ പൗർണമി നാളിലാണ് ഇത് ആഘോഷിക്കുന്നത്. രക്ഷാബന്ധന് പൗരാണിക പശ്ചാത്തലങ്ങൾ അനേകമുണ്ട്. ഒരു പ്രശസ്തമായ കഥ ഭഗവാൻ കൃഷ്ണനും ദ്രൗപദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ശ്രീകൃഷ്ണൻ ശിശുപാലനെ വധിക്കുന്നതിന് കത്തി ആയുധം ഉപയോഗിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വീര്യമുള്ളവനാണെങ്കിലും വിരൽ മുറിയുകയും രക്തമൊഴുകുകയും ചെയ്തു. അപ്പോൾ ദ്രൗപദി തന്റെ സാരിയുടെ ഒരു കഷണം കീറിയെടുക്കുകയും ശ്രീകൃഷ്ണന്റെ വിരലിൽ കെട്ടുകയും ചെയ്തു. അതിനിടെ ശ്രീകൃഷ്ണൻ അവളോട് പറഞ്ഞു, ഇനി നീ എപ്പോഴും വിഷമത്തിലായാൽ ഞാൻ നിന്നെ സംരക്ഷിക്കും. കൂടുതൽ കാലം കഴിഞ്ഞപ്പോൾ ദുശാസനൻ ദ്രൗപദിയെ ഭരണസഭയിൽ അപമാനിക്കുവാൻ ശ്രമിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് ദ്രൗപദിയെ അതിൽ നിന്നും രക്ഷിച്ചത്. ഇതാണ് രക്ഷാബന്ധന്റെ ആത്മതത്വം. ഇന്ത്യൻ പുരാണത്തിൽ ഇന്ദ്രനും ഭാര്യയായ ശചീദേവിയും തമ്മിലുള്ള ഒരു രോഹിണി പൂജയുടെയും ഉദ്ധരണിയുണ്ട്. ഭൂമിയിൽ അന്തകാസുരൻ പീഡിപ്പിച്ചിരിക്കുന്നു. ഇന്ദ്രൻ യുദ്ധത്തിനായി പോകുമ്പോൾ ശചീദേവി അദ്ദേഹം വിജയിക്കണമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു പവിത്ര നൂൽ കയ്യിലണിയുന്നു. ആ നൂൽ അയാളുടെ കയ്യിൽ കെട്ടി ശചി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇത് തികച്ചും ആത്മീയമായി തന്റെ പ്രിയപ്പെട്ടവന്റെ സംരക്ഷണത്തിനുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ കഥയും രാഖിയുടെ അതേ പ്രാധാന്യമാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ ബന്ധം. രക്ഷാബന്ധന് സാംസ്കാരിക സ്നേഹത്തിന്റെയും മാനവികതയുടെയും മഹത്വം പറയുന്നു. ഇന്നത്തെ സമൂഹത്തിൽ രക്ഷാബന്ധൻ എത്രമാത്രം ആധുനികവും പ്രസക്തവുമാണെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്ന, ഒരുമയും സ്നേഹവും അനുസ്മരിപ്പിക്കുന്ന ഒരു ആത്മീയതയുള്ള ഉത്സവമാണിത്. സഹോദരിമാരും സഹോദരന്മാരും മാത്രമല്ല, ഇപ്പോൾ സൈനികർക്കും മാതാപിതാക്കൾക്കും ശ്രദ്ധയും സംരക്ഷണവും പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും രാഖി കെട്ടുന്നത് കാണാം. രക്ഷാബന്ധൻ അതിന്റെ പരിധി കവിഞ്ഞ് സ്നേഹബന്ധങ്ങളുടെ സ്മരണാ നിമിഷമായി മാറുകയാണ്. ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഈ സന്ദേശം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്നേഹവും വിശ്വാസവും നിറഞ്ഞൊരു ലോകം നമുക്ക് സാധ്യമാകും.